ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളും തുടങ്ങാം. ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ തള്ളക്കോഴി ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ കാര്യമൊന്നും ശ്രദ്ധിക്കണ്ട. ഇൻക്യുബേറ്ററിലെല്ലാം വിരിയിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നവരെല്ലാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവർക്ക് നല്ലൊരു ബ്രൂഡർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ബ്രൂഡർ ഞാൻ സെറ്റ് ചെയ്യുന്നത് ഒരു കോഴിക്ക് ഒരു വാട്ട് എന്ന കണക്കിനുള്ളൊരു ബൾബാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക, തകരത്തിൻ്റെ ഷീറ്റിനെ കൊണ്ട് വട്ടം വരച്ചിട്ട് അങ്ങനെയാണ് ബ്രൂഡർ സെറ്റ് ചെയ്യൽ. ബ്രൂഡർ ഇപ്പം വട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ ഈ സ്ക്വയർ പോലത്തെ രൂപത്തിലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ മൂലയിലെല്ലാം കോഴിക്കുഞ്ഞുങ്ങളിങ്ങനെ അട്ടിക്ക് കയറി കിടന്ന് അടിയിലുള്ള കുഞ്ഞുങ്ങളും ചത്തുപോകാൻ്റെ ചാൻസ് കൂടുതലാണ്. വട്ടത്തിൽ ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ബ്രൂഡർ സെറ്റ് ചെയ്ത സമയത്ത് കോഴിക്കുഞ്ഞുങ്ങളെ ഡയറക്റ്റ് നിലത്തിലേക്ക് ഇറക്കാണ്ട് അതിന് മുന്നേ ആദ്യം തന്നെ മരപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ 3 ദിവസത്തേക്ക് പേപ്പർ വിരിക്കും. ഡെയിലി പേപ്പർ വിരിച്ചത് മാറ്റുകയും ചെയ്യും. പേപ്പർ വിരിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളുടെ കൊക്കെല്ലാം ചെറിയ എന്താ പറയുക, ഒരു പഞ്ഞു പോലത്തെ ധരിക്കും ഡേ ഓൾഡ് കുഞ്ഞുങ്ങളതെല്ലാം. ഇതെനിക്ക് എന്താ പറയുക, ഞാൻ ബ്രോയിലർ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് പേപ്പർ എന്തിനാണ് വിരിക്കുന്നതിലൊരു സംശയം ചോദിച്ചാൽ അതിനെക്കുറിച്ച് അറിവില്ല ഒരാൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ പേപ്പർ വിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നിലത്തിടുന്ന മരപ്പൊടിയൊന്നും അവർ കൊത്താനിട വരില്ല. അല്ലാത്ത പക്ഷേ അവർ കൊത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് കൊക്കല്ലായതുകൊണ്ട് മുറിയാനും ചോര വരാനും, അപ്പോൾ അതുപോലെ ചോര പോയിട്ട് ചത്തു പോകാനെല്ലാം ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പേപ്പർ നിർബന്ധമായിട്ടും വിരിക്കണം എന്ന് അവരെന്തായാലും എനിക്ക് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാടൻ കോഴിക്കായാലും ഏത് കോഴിക്കായാലും ബ്രൂഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് പേപ്പർ വിരിക്കലുണ്ട്. പേപ്പർ വിരിക്കുന്ന സമയത്ത് ചുളുക്കിയിട്ട് വേണം വിരിച്ചു കൊടുക്കാൻ. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ കാലിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പേപ്പർ വിരിച്ചു കൊടുക്കുന്നത്. നാടൻ കോഴി ആയതുകൊണ്ട് പേപ്പർ ഒരു ദിവസം വൈകുന്നേരം മാറ്റിയാൽ മതി. രാവിലെ വിരിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ മാറ്റൽ. ഒരു ദിവസം ഫുള്ളായിട്ട് വിരിച്ച് പിറ്റേന്ന് രാവിലെ വീണ്ടും മാറ്റി നല്ല ഷീറ്റ് വിരിച്ചു കൊടുക്കും. അങ്ങനെ 3 ദിവസം അങ്ങനെയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വൃത്തിയാണ് സൂക്ഷിക്കേണ്ടത്. ബ്രൂഡർ വൃത്തിയായി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ബ്രൂഡർ ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ ചെറുതിൽ തന്നെ പെട്ടെന്ന് ചത്തുപോകും. അവർക്ക് ചെറുതിലായതുകൊണ്ട് പ്രതിരോധ ശേഷിയെല്ലാം വളരെ കുറവായിരിക്കും. അപ്പോൾ അത്രയധികം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ബ്രൂഡർ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. വൃത്തി ബ്രൂഡറിൽ മാത്രം പോരെ, ബ്രൂഡറിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞ ശേഷമുള്ള കൂട്ടിലായാലും വൃത്തി നിർബന്ധമാണ്. അതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമാണ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കൽ. അതുപോലെ തന്നെ കുടിവെള്ളത്തിൽ കിട്ടാവുന്ന പച്ചമരുന്നുകളെല്ലാം അരച്ച് ചേർത്ത് കൊടുക്കും. ഇപ്പം പച്ചമരുന്ന് പറയുമ്പം വലിയ സാധനങ്ങളൊന്നുമല്ല, തുളസി ഇലയോ പനിക്കൂർക്കേൻ്റെ ഇലയോ പച്ചമഞ്ഞളോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് അരച്ചിട്ട് കൊടുക്കും. ഇനി അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടെങ്കിലും ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കലുണ്ട്. മഞ്ഞപ്പൊടിനെക്കാളും പച്ചമഞ്ഞൾ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞത് സ്റ്റാർട്ടറാണ്. ഒരു 2 ആഴ്ച വരെയെല്ലാം ഞാൻ സ്ഥിരമായിട്ട് സ്റ്റാർട്ടർ തന്നെ കൊടുക്കും. അതിന് ശേഷമാണ് ഈ ഗോതമ്പ് നുറുക്കും അരിനുറുക്കെല്ലാം കൊടുക്കാൻ തുടങ്ങൽ. അപ്പോൾ ആ സമയത്തും കൂടെ ഞാൻ സ്റ്റാർട്ടർ ഉൾപ്പെടുത്തിയിട്ടേ കൊടുക്കാറില്ല. കാരണം സ്റ്റാർട്ടറാണ് കുഞ്ഞുങ്ങളെ നല്ല വളർച്ചയ്ക്ക് എന്താ പറയുക അനുയോജ്യമായ ഒരു തീറ്റ എന്ന് പറയുന്നത്. അത് കൂടാണ്ട് ഞാൻ ബ്ലാക്ക് സോൾജർ പുഴുക്കളെല്ലാം ഈ 2 ആഴ്ചയ്ക്ക് ശേഷം ചെറിയ പുഴുക്കളെല്ലാം എടുത്ത് കൊടുക്കലുണ്ട്. ഇങ്ങനെ പുഴുക്കളെല്ലാം കൊടുക്കുന്നത് കോഴികൾ പെട്ടെന്ന് വളരാൻ നല്ലതാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് കോഴികളെ വാക്സിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഫുള്ളായിട്ടുള്ള വാക്സിനൊന്നും കൊടുക്കലില്ല. ഞാൻ ആകെ ചെയ്യുന്നത് ലെസോട്ട കൊടുക്കും. പിന്നെ അതിന് ശേഷം കൊടുക്കുന്നത് ലെസോട്ട തന്നെ അത്യാവശ്യം വന്നാൽ മാത്രമേ കൊടുക്കൂലേ, എല്ലാ തവണയും ലെസോട്ട കൊടുക്കലൊന്നുമില്ല. ഭൂരിഭാഗവും കൊടുക്കാണ്ട് അങ്ങനെ വളർത്തി വലുതാക്കൽ തന്നെയാണ്. പിന്നെ വിരമരുന്ന് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു സാധനം വിരമരുന്ന് മാത്രമാണ്. വേറെ വാക്സിനേഷനൊന്നും ഞാൻ അങ്ങനെ കോഴികൾക്ക് ചെയ്യലില്ല. നമ്മൾ ഈ ലെസോട്ട തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കോഴി വസന്തം തടയാന്നാണ് പറയൽ. പക്ഷെ എത്ര വാക്സിൻ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വരാനില്ലത് വഴി തങ്ങൂല എന്ന് പറഞ്ഞ പോലെയാണ്. എന്തായാലും കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ചാവലും ഉണ്ട്. കൊടുത്ത കുഞ്ഞുങ്ങളെന്നെ ചത്ത അനുഭവം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ എന്താ പറയുക, വാക്സിൻ്റെ പുറകെ അങ്ങനെ ഞാൻ പോലും കുറവാണ്. ഇതെൻ്റെ അനുഭവം മാത്രമാണ്, എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ 1-ാമത്തെ ദിവസം തന്നെ കൊടുക്കുന്ന വാക്സിനാണ് മാക്സ് വാക്സിന്. വീടുകളിൽ വളർത്തിയെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ വാക്സിൻ കൊടുക്കുന്നത് മിക്കവാറും കുറവ് തന്നെയായിരിക്കും. തൊലിക്കടിയിലാണ് ഈ വാക്സിൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഹാച്ചറിയിൽ നിന്ന് വിരിയിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇങ്ങനത്തെ വാക്സിനേഷനെല്ലാം ചെയ്തിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. പിന്നെ കൊടുക്കുന്ന വാക്സിനാണ് കോഴി വസന്തക്കെതിരെയുള്ള വാക്സിൻ. അത് നമ്മൾ കൊടുക്കുന്നത് 7-ാമത്തെ ദിവസമാകുമ്പോഴാണ്. ഇതിൻ്റെ പേര് ലെസോട്ട എന്നാണ്. അപ്പോൾ ഈ വാക്സിൻ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത് ഒരു തുള്ളി കണ്ണിലും ഒരു തുള്ളി മൂക്കിലും ആയിട്ടാണ് ഞാൻ കൊടുക്കലുള്ളത്. ഇതെനിക്ക് ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്നത്
അതിൻ്റെ ഒരു എന്താ പറയുക അറിവിൽ ആൾ പറഞ്ഞു തന്നിട്ട് ഞാൻ അത് തന്നെയാണ് പിന്നെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് കൊടുക്കലേ. ലസോട്ട വാക്സിൻ ഞാൻ മുമ്പ് ഇതുപോലെ തന്നെ നാടൻ കോഴി കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ പുറത്തുനിന്ന് ഒരു കോഴിനെ കൊണ്ടുവന്നിട്ടുണ്ടായിനി. അന്നേരം ഇതുപോലെ മാറ്റിയിടാൻ കൂടെ ഉണ്ടായിട്ടും കൂടെ ആ കോഴിക്ക് വസന്ത ഉണ്ടായി. അത് ഈ എന്താ പറയുക ലസോട്ട കൊടുത്ത കുഞ്ഞുങ്ങൾക്കെല്ലാം പകർന്നിട്ട് അതിൻ്റെ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ അന്ന് ചത്തുപോയിട്ടുണ്ടായിനി. അതുകൊണ്ട് അതിന് ശേഷം ഞാൻ അങ്ങനെ ഈ വാക്സിൻ്റെ പുറകെ പോക്കില്ല എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ലസോട്ട കൊടുത്തവർ ചത്തുപോയിന്ന് മാത്രമല്ല, ഞാൻ ലസോട്ട കൊടുക്കാണ്ട് നിന്ന് എൻ്റെ ഗ്രാമശ്രീ കോഴികൾ മൊത്തം ബാക്കിയാവുകയും ചെയ്തിട്ടുണ്ടായി ആ സമയത്ത്. അപ്പോൾ ലസോട്ട കൊടുക്കുമ്പോൾ സൂക്ഷിച്ചേ കൊടുക്കാൻ പാടുള്ളൂ. ഡോസ് അധികമായി കഴിഞ്ഞാലും കോഴികൾ ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 7ാമത്തെ ദിവസമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. അതുപോലെ 21ാമത്തെ ദിവസമാണ് 2ാമത്തെ ഡോസ് കൊടുക്കേണ്ടത്. പിന്നീട് കൊടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് IBD വാക്സിനേഷനാണ്. IBD കൊടുക്കുന്നത് 14ാമത്തെ ദിവസവും അതുപോലെ തന്നെ 28ാമത്തെ ദിവസവും. 14ാമത്തെ ദിവസം ഫസ്റ്റ് ഡോസ്, 28ാമത്തെ ദിവസം സെക്കൻഡ് ഡോസ്. അങ്ങനെയാണ് IBD വാക്സിൻ കൊടുക്കുന്നത്. പിന്നെ 30 മുതൽ 35 ദിവസം വരെ സമയത്ത് കൊടുക്കേണ്ടതാണ് ഫോൾ പോക്സ് വാക്സിൻ. ഈ വാക്സിനും ആദ്യം പറഞ്ഞ പോലെ തൊലിക്കടിയിൽ കുത്തിവെച്ചെടുക്കുന്നത് കൊണ്ട് വീടുകളിൽ വളർത്തുന്നവരെല്ലാം എടുക്കാൻ ചാൻസ് കുറവായിരിക്കും. അഥവാ എടുക്കണം നിർബന്ധമുള്ളവർക്കെല്ലാം അടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഡോക്ടർ കുത്തിവെച്ച് തരും. പക്ഷേ ഒരുപാട് കോഴികളെ വളർത്തുന്നവർക്ക് അതൊന്നും സാധ്യമാണെന്നില്ല. ഫോൾ പോക്സ് എന്ന് പറയുന്നത് കോഴികളിലെ കുരിപ്പ് എന്ന് പറഞ്ഞ അസുഖമാണ് കേട്ടോ. ഈ ഒരു അസുഖം കോഴികളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ ചൂട് സമയത്ത് തന്നെയാണ്. കോഴികളെല്ലാവരും അതുകൊണ്ട് നല്ലോണം തന്നെ ശ്രദ്ധിക്കണേ. ഈ കുരിപ്പുകളുടെ അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ താടിയിലും ഈ പൂവിലെല്ലാം വന്ന് കണ്ണിലേക്കായി കണ്ണ് കാണാണ്ടായി തീറ്റ എടുക്കാൻ കഴിയാണ്ട് കോഴികൾ ചത്തുപോകാനുള്ള ചാൻസ് എല്ലാം കൂടുതലായിരിക്കും. ഈ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞിട്ട് 54ാമത്തെ ദിവസമാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിരയിളക്കുന്നത്. വിരയിളക്കിയ ശേഷം 60ാമത്തെ ദിവസം R2B വാക്സിനേഷൻ കൊടുക്കണം. കോഴി വസന്ത പോലുള്ള അസുഖങ്ങൾക്കെതിരെയുള്ള ഒരു ബൂസ്റ്റർ ഡോസ് മരുന്നാണ് കേട്ടോ ഈ R2B വാക്സിൻ എന്ന് പറയുന്നത്. വെറും ലസോട്ട മാത്രം കൊടുത്തിട്ട് കോഴി വസന്ത മാറ്റാന്ന് വെച്ചാൽ നടക്കൂല. ഈ ഒരു ബൂസ്റ്റർ ഡോസ് 6 മാസം കൂടുമ്പോൾ നൽകുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഞാൻ കൊടുക്കലില്ല. ഞാൻ ആകെ ലസോട്ട മാത്രമേ കൊടുക്കലുള്ളൂ. ഇത് ഞാൻ കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതും തൊലിക്കടിയിൽ കുത്തിവെച്ചിട്ട് കൊടുക്കേണ്ടതാണ്. എനിക്ക് സൂചി കുത്തിയിട്ടില്ല പരിപാടി പേടിയായതുകൊണ്ട് ഞാൻ കോഴികൾക്ക് അങ്ങനെ തന്നെ ഒരു വാക്സിനേഷനും വീട്ടിൽ നിന്ന് കൊടുക്കലില്ല. എനിക്ക് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്തത്. ലസോട്ട വാക്സിനും അതുപോലെ തന്നെ ഈ വിരമരുന്ന് മാത്രം കൊടുത്ത് വളർത്തുന്നവരുമുണ്ട്. ലസോട്ട ഒഴിവാക്കിയിട്ട് വിരമരുന്ന് മാത്രം കൊടുത്ത് വളർത്തുന്നവരുമുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ അവർ കുടിക്കുന്ന വെള്ളത്തിലായാലും തീറ്റയിലായാലും കുറേ അധികം തന്നെ പച്ചമരുന്നുകൾ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ അസുഖങ്ങളെല്ലാം ആദ്യമേ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഈ മറ്റുള്ള മരുന്നുകളെ പുറകെ ഓടേണ്ടി വരില്ല. ഇതന്നെ ധാരാളമായിട്ട് മതി. വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരില്ല. പച്ചമരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവർ ഇമ്മ്യൂണിറ്റി പവറെല്ലാം നല്ലോണം തന്നെ കൂടാൻ സഹായിക്കും. അതുപോലെ തന്നെ വിരമരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ഈ 54ാമത്തെ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുട്ടയിടാനാകുമ്പോൾ ഒരു 4 മാസം ആവാനാകുമ്പോൾ പിന്നെ കൊടുക്കുക. മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 6 മാസം കൂടുമ്പോൾ വിരമരുന്ന് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതായി കാണുന്ന ഇവരെല്ലാം കേട്ടോ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ. ഇവർക്കൊന്നും ഞാൻ ഇതുവരെയും ലസോട്ടയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ആകെ കൊടുക്കുന്നതാണ് കുടിവെള്ളത്തിൻ്റെ അകത്ത് ഒരു ദിവസം ഇടവിട്ടെങ്കിലും പച്ചമരുന്ന് ചേർക്കാൻ ശ്രമിക്കും. പച്ചമരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസി ഇലയോ പനിക്കൂർക്കയോ കൊടവൻ്റെ ഇലയോ ആടലോടകം വെറ്റില അങ്ങനെ നമുക്ക് എന്താ കിട്ടുന്ന പച്ചമരുന്ന് അത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ കഴിയും. ഇനി ഒന്നുമില്ലെങ്കിൽ ഈ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വാങ്ങിക്കുന്ന ഉള്ളി ഇഞ്ചി അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടാലും ഞാൻ കോഴികൾക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിക്കും. ഇതെല്ലാം കോഴികളെ ഇമ്മ്യൂണിറ്റി പവറെല്ലാം കൂട്ടാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങൾ എന്തായാലും വീടുകളിൽ ഇല്ലാണ്ടിരിക്കില്ല. ഇഞ്ചി ആയാലും ഉള്ളി ആയാലും ഇനി മഞ്ഞപ്പൊടി ആയാലും ഒരു വീട്ടിലില്ലാത്ത സാധനമായിരിക്കില്ല. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടായാലും കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിക്കുന്ന വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരാരോഗ്യം മെച്ചപ്പെടാൻ നല്ലതാണ്. അപ്പോൾ മഞ്ഞപ്പൊടിനേക്കാളും കൂടുതൽ പച്ചമഞ്ഞളെല്ലാം കിട്ടുന്നതാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഒരു കഷ്ണം പച്ചമഞ്ഞളെല്ലാം നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഡെയിലി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളെ വെള്ളത്തിലെല്ലാം ചേർത്ത് കൊടുക്കാൻ കഴിയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വാക്സിനേഷനൊന്നും കൊടുക്കാണ്ട് ഇതുപോലെ വെള്ളത്തിൽ കഴിയുന്നതും പച്ചമരുന്നെല്ലാം ചേർത്തിട്ടാണ്. അതുപോലെ തീറ്റയുടെ കാര്യത്തിലും ലാർവ ചെതൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് എനിക്ക് ഉണ്ടായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കൂടുതലും കൊടുക്കുന്നത് BSF ലാർവയാണ്. അപ്പോൾ അതായാലും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വളർച്ചയ്ക്ക് നല്ലോണം ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അതെനിക്ക് ഇവിടെ വേസ്റ്റ് ടാങ്ക് ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കൊടുക്കുന്നതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടെ മറക്കല്ലേ.